ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ ഇന്നത്തെ വീഡിയോ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ആറ്റുമീൻ കറിയാണ്. രോഹു ആണ് നമ്മളിന്നിവിടെ കറി വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നല്ല സ്പൈസി ആയിട്ടുള്ള ആറ്റുമീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ സ്റ്റൗ കത്തിച്ച് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ് നമ്മളിന്ന് കറി വെക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം നമ്മൾ അതിനകത്തേക്ക് ആദ്യം ഒരു 1/4 സ്പൂണ് ഉലുവ ചേർക്കുക. ഉലുവയൊക്കെ ചെറുതായിട്ട് പൊട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഒരു 1/2 സ്പൂണ് കടുക് കൂടി ചേർത്തിട്ട് ഇത് രണ്ടും നന്നായിട്ട് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു 4 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനകത്ത് ചേർക്കാം. കടുവും മുളകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ നമ്മളിനി അതിനകത്തേക്ക് ചുവന്നുള്ളിയാണ് ചേർക്കുന്നത്. ചുവന്നുള്ളി ശകലം കൂടുതൽ ചേർക്കുന്നുണ്ട് നമ്മൾ. ചുവന്നുള്ളി എല്ലാം ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് പച്ച മണം മാറിയാൽ മതി. അതിനുശേഷം ഒരു 3-4 പച്ചമുളക് ചെറുതായി കീറി വെച്ചിരിക്കുന്നത്, പിന്നെ വെള്ളത്തിലിട്ടിരുന്ന കുടംപുളി, അത് മീൻ ആവശ്യമായിട്ടുള്ളത്, ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്നും ഒരുപാട് വഴണ്ട് പോകണ്ട നമുക്ക് കേട്ടോ. പിന്നെ കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് പൊടിവകകൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ആദ്യം ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 2.5 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ തീ കുറച്ച് വെച്ച് ചെറിയ തീയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പം മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 4 സ്പൂണ് മുളക് പൊടി ചേർക്കാം. ഇത് ആറ്റുമീൻ ആയത് കാരണം നമ്മളിപ്പം മുളക് പൊടിയുടെയൊക്കെ അളവ് ശകലം കൂടുതൽ എടുക്കുന്നുണ്ട്. അത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് ചെറുതായിട്ട് റോസ്റ്റായി വരുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാമേ. ഇനി ഇതിനകത്തേക്ക് വെള്ളം ചേർക്കാം. ഞാൻ വെള്ളം ഒരുമിച്ച് അങ്ങ് ചേർക്കുമല്ല, കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ് അത് ലൂസാക്കിക്കൊണ്ട് വരുന്നത്. ഇവിടെ മൊത്തത്തിലൊരു 1.5 ഗ്ലാസ് വെള്ളത്തോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് കറി നന്നായി തിളയ്ക്കുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കാം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 3/4 സ്പൂണ് കുരുമുളക് പൊടിയാണ് നമ്മളിവിടെ ചേർക്കുന്നത്. മസാല എല്ലാം ചേർത്ത് നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മീൻ ചേർക്കാം. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 1.5 കിലോളം മീനാണ് ഇത്. മീനെല്ലാം ചേർത്തതിന് ശേഷം കറി നന്നായിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് അതിൻ്റെ പുറത്ത് ശകലം കറിവേപ്പില കൂടി തൂക്കിയിട്ട് നമുക്ക് കറി അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. നോക്ക്, നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി തൂകിയതിന് ശേഷം നമുക്ക് തീ നന്നായിട്ട് കുറച്ച് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.